ടാറ്റു അതിൻ്റെ ഒരു കാലഘട്ടമാണ് ഇപ്പോൾ അല്ലേ. ഒത്തിരി യുവാക്കളും യുവതികളും പല ആൾക്കാരും ടാറ്റുവിൽ ഭയങ്കര ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ ടാറ്റു ചെയ്യാത്ത പയ്യന്മാരും പെൺകുട്ടികൾ കുറവാണ്. കാരണം അതൊരു ട്രെൻഡിൻ്റെ ഭാഗമായിട്ടുണ്ട്, കാലഘട്ടം അതിൻ്റെ മാറ്റത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. ടാറ്റു ചെയ്യുക അത് ട്രെൻഡാണ്. അപ്പം ബോഡിയിൽ മൊത്തം ചെയ്യുന്നവരുണ്ട്. ഷോൾഡറിൽ ചെയ്യും, കയ്യിൽ ചെയ്യും, ചെസ്റ്റ് ചെയ്യും, പുറത്ത് ചെയ്യും, പെൺകുട്ടികൾ ഇവിടെ ചെയ്യും, ഇവിടെ ചെയ്യും, എല്ലായിടത്തും ചെയ്യുന്ന ടാറ്റു. അപ്പോൾ അതിൻ്റെ ഒരു സീസണാണ് ഇപ്പോൾ അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരുപാട് ഷോപ്സ്, ഈ ടാറ്റുമായി ബന്ധപ്പെട്ടുള്ള ഷോപ്സ് അത് ഒരുപാട് അഡ്വാൻസ് ആയിട്ടുണ്ട്. അതിൻ്റെ മാർക്കറ്റ് ഇപ്പോൾ ഭയങ്കര ഹൈ റേറ്റിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ റേറ്റിംഗ് എനിക്ക് കറക്റ്റ് അറിഞ്ഞൂടാ. ചെറിയ രീതിയിൽ ടാറ്റു ചെയ്യാൻ തന്നെ സ്റ്റാർട്ടിങ് നല്ല പൈസയാണ് ചെറിയ രീതിയിൽ. അപ്പോൾ ഒരുപാട് കയ്യിലൊക്കെ ചെയ്യുമ്പോൾ ഒത്തിരി റേറ്റ് ആവും. അത് പല രീതിയിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ എനിക്കൊരു പിക്ചർ കൊടുത്തിട്ട് എനിക്ക് ഇതുപോലെ തന്നെ എനിക്ക് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരതുപോലെ തന്നെ ആ വ്യക്തിയെ പോലെ തന്നെ എനിക്ക് എൻ്റെ ബോഡിയിൽ എവിടെ വേണമെങ്കിലും എനിക്ക് ടാറ്റു ചെയ്ത് തരും. അതതിൻ്റെ പ്രത്യേകത. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഇത് വളരെ ഇപ്പോൾ വലുതായിട്ടുണ്ട്. അപ്പോൾ ഈ ഇടയ്ക്ക് ഞാനൊരു ന്യൂസ് കണ്ടു. കോയമ്പത്തൂർ ചെന്നൈയിലാണ് സംഭവം, തമിഴ്നാട്. അപ്പം അത് കണ്ടപ്പോൾ എനിക്ക് സംസാരിക്കണം തോന്നിട്ടോ. ആ ടാറ്റു സെൻറ്ററിൻ്റെ പേര് അലൈൻ EMO ടാറ്റൂസ്. നിങ്ങളെല്ലാവരും ന്യൂസിൽ ഇത് കണ്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ സംഭവം മറ്റൊന്നുമല്ല, ഇതൊരു ടാറ്റു സെൻറ്ററാണ്, അലൈൻ EMO ടാറ്റൂസ്. ഈ പേര് കേട്ടപ്പോൾ തന്നെ സ്ട്രേഞ്ചായിട്ട് തോന്നിട്ടോ. അലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കേൾക്കും അലൈൻസ്, അതായത് നമ്മുടെ നാട്ടിലെ ആൾക്കാരെല്ലാം വിദേശത്തുള്ള, അതായത് അന്യഗ്രഹ ജീവി എന്നാണ് ഉദ്ദേശിച്ചത് അലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അലൈൻ EMO ടാറ്റൂസ് ആണ് ഈ സെൻറ്ററിൻ്റെ പേര്. അപ്പോൾ ഇതൊരു പയ്യനാണ് നടത്തുന്നത്. ഇവൻ്റെ പേര് ഹരിഹരൻ എന്നാണ്. ഇവന് സഹായി ഉണ്ട് കേട്ടോ. ഇവ നടത്തുന്ന ഈ ടാറ്റു ഷോപ്പ്, ഇവർക്ക് ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഏകദേശം 1,51,000 ഫോളോവേഴ്സ് ഉണ്ട്. അത്രയും റീച്ചുള്ള ഒരു ടാറ്റു സ്റ്റുഡിയോ ആണ്. ഓക്കെ, അപ്പോൾ സത്യത്തിൽ ന്യൂസ് ഞാൻ കണ്ടത് മറ്റൊന്നുമല്ല, ഇവനെ പോലീസ് പൊക്കിയത് എന്താ വെച്ചാൽ ഇവനെ വലിയ പ്രായമൊന്നുമില്ല, കണ്ട് 10-20 വയസ്സുള്ള ഒരു പയ്യനാണ് കേട്ടോ. എന്തിനാ പൊക്കിയത് ചോദിച്ച് കഴിയുമ്പോൾ നമ്മൾ ആ വാർത്ത ശരിക്കും കാണണം. മറ്റൊന്നുമല്ല, ഇവർ ടാറ്റു മാത്രമല്ല ചെയ്യുന്നത്, അഡീഷണൽ വേറെ സംഭവങ്ങൾ ചെയ്യുന്നുണ്ട്. ഒരു ടാറ്റു ഷോപ്പിൽ അഡീഷണൽ മറ്റുള്ള സംഭവങ്ങൾ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? അപ്പോഴാണ് ആ ന്യൂസ് ഞാൻ ശരി കണ്ടത്. ആ ന്യൂസ് നമുക്ക് ആദ്യം കാണാം. ஹாய் ஏலியன்ஸ், என்ன கட் பண்ண போறோம்னு கேக்குறீங்களா? டங் ஸ்பிட் தான். நம்ம டங் மாதிரி இன்னொரு நாளைக்கு டங் ஸ்பிட் பண்ண போறோம். ஸ்டே டியூன் வித் ஏலியன் EMO பாடி மோஷன் அண்ட் டாட்டூ ஸ்டுடியோ. பை. ഇൻസ്റ്റഗ്രാമിൽ ഏലിയൻ ഇമോ ടാറ്റു പേജിൽ പ്രത്യക്ഷപ്പെടാറുള്ള തിരുച്ചിറപ്പള്ളി സ്വദേശി ഹരിഹരനാണിത്. 1,40,000 ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സ് ആണുള്ളത്. കണ്ണിൽ കളർ ചെയ്ത് വിവിധ ടാറ്റുകൾ അടിച്ച് ഫോളോവേഴ്സിനെ കൂട്ടുന്നയാൾ. ഏലിയൻ ഇമോ ടാറ്റു എന്ന പേരിൽ കക്ഷിക്കൊരു ടാറ്റു സെന്ററുമുണ്ട്. 6 ദിവസം മുൻപ് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത ഈ വീഡിയോ ആണ് ഹരിഹരന് വിനയായത്. ഹരിഹരന്റെ ടാറ്റു സെന്ററിൽ തന്നെയാണ് നാവ് മുറിക്കൽ നടന്നത്. പാമ്പിന്റെയോ സിംഹത്തിന്റെയോ രൂപത്തിൽ ഇവിടെ നാവ് മുറിച്ച് നൽകാറുണ്ടെന്നാണ് പോലീസ് കണ്ടെത്തിയത്. കണ്ണിനുള്ളിൽ കളർ ചെയ്യുന്നതിന് 2 ലക്ഷം രൂപയാണ് നിരക്ക്. നാക്കുമുറിക്കൽ വീഡിയോ വൈറലായതോടെ ടാറ്റു സെന്ററിൽ പരിശോധനയ്ക്കെത്തിയ പോലീസ് ഞെട്ടി. ടാറ്റു സെന്ററിന് ലൈസൻസ് പോലുമില്ല. ഉടൻ തന്നെ ഹരിഹരനെയും സഹായി ജയറാമിനെയും പോലീസ് പിടികൂടി. ശസ്ത്രക്രിയയ്ക്ക് സമാനമായ സജ്ജീകരണങ്ങളാണ് നാവ് പിളർത്താനായി തയ്യാറാക്കിയത്. പ്രതികൾക്ക് ഇതൊക്കെ എവിടെ നിന്ന് ലഭിച്ചു എന്ന് ആരോഗ്യവകുപ്പ് അന്വേഷിക്കുന്നുണ്ട്. ഇതിനായി പ്രത്യേക സംഘത്തെയും രൂപീകരിച്ചു. ലൈസൻസ് ഇല്ലാത്ത ടാറ്റു സെന്ററുകൾ വ്യാപകമായി പ്രവർത്തിക്കുന്നുവെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. വരും ദിവസങ്ങളിൽ ഇവ ഓരോന്നിനും ഇതാണ് വാർത്ത. ഇപ്പം മനസ്സിലായല്ലോ. ഇവരിത് മാത്രമല്ല ചെയ്യുന്നത്, നാവ് പിളർത്തുന്ന സംഭവം കൂടെ ചെയ്യുന്നുണ്ട്, ട്രെൻഡിങ് ആയിട്ടുള്ള. ഓക്കെ, അതുപോലെ തന്നെ കണ്ണിൽ കളറ്, ഇതിൻ്റെ റേറ്റ് 2 ലക്ഷമാണെന്ന് പറയുന്നത്. നാവ് പിളർത്തിൻ്റെ റേറ്റ് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ഇത് ഒരുപാട് വ്യക്തികൾക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇവിടെ ഡോക്ടറില്ല, നഴ്സിലൊന്നുമില്ല, ഒക്കെ ഇവൻ തന്നെയാണ് ഡോക്ടർ. ഇവർക്കുള്ള സാധനങ്ങളൊക്കെ എവിടെ നിന്നൊക്കെ കിട്ടുന്നത് ആർക്കും അറിഞ്ഞൂടാ. ചെയ്യാനുള്ള ഈ ആക്സസറീസ്, ഈ സർജറി ചെയ്യാനുള്ള കുറേ എക്യുപ്മെൻറ്റ്സ് വേണമല്ലോ, അതൊക്കെ എവിടെ നിന്നാണ് കിട്ടിയുള്ള കാര്യമൊന്നും അറിഞ്ഞൂടാ. ഇവൻ തന്നെയാണ് ഡോക്ടർ, ഇവൻ തന്നെയാണ് സർജറി ചെയ്യുന്നത്. യാതൊരുവിധ സുരക്ഷിതം കാര്യങ്ങളൊന്നുമില്ലാതെ, ലൈസൻസ് പോലും ഇല്ലാത്തൊരു ഷോപ്പാണത്.
അല്ലെങ്കിൽ ഇഎംഒ ടാറ്റോ. ഓക്കെ, അപ്പം അവിടെ ഇങ്ങനെ ഒരു സർജറി കാര്യങ്ങൾ ചെയ്യുക, അതും ഈ നാവ് പിളർത്ത സർജറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ സർജറി അല്ല, അതൊക്കെ കോംപ്ലിക്കേറ്റഡ്. കണ്ണിൽ കളറ്, ഇതൊക്കെ കോംപ്ലിക്കേറ്റഡ് സംഭവങ്ങളാണ്, ഇതൊക്കെ സർജറിയാണ്, സർജറി മുഖേന ചെയ്യുന്ന സംഭവങ്ങളാണ്. അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് സംഭവങ്ങൾ അവിടെ ചെയ്യുന്നുണ്ട് എന്ന് വാർത്ത കിട്ടിയത് കൊണ്ടാണ് പോലീസ് അവിടെ എത്തുകയും ഇവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തത്. അപ്പം ഒരുപാട് യുവാക്കൾ ഇതിൽ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് അവിടെ ചെന്ന് ഇത് ചെയ്യുന്നുണ്ട്. അതിന് കുറേ വീഡിയോ ഇതിൽ കാണാം, ഒരുപാട് വ്യക്തികൾ. അപ്പോൾ ഇത് ഇവരെ തന്നെ ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഞാൻ കണ്ടു. ഇവന് കണക്ട് ചെയ്തിരിക്കുന്നത് ഇതുപോലെ തന്നെ ഒരുപാട് ബോഡിയിൽ മോഡിഫിക്കേഷൻ ചെയ്ത ആളുകളുമായിട്ടുള്ള കുറേ വീഡിയോസ്, ഫോട്ടോസ് ഇതൊക്കെ കാണും. അതായത് നമ്മൾ കാണുമല്ലോ, അതായത് പല രീതിയിലുള്ള സർജറി ചെയ്ത് മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ള ആൾക്കാർ, ഇവരായിട്ടുള്ളൊരു ഇൻട്രാക്ഷനും കാര്യങ്ങളും എന്തൊക്കെയോ ഞാൻ കണ്ടു ഇതിൽ, സത്യം പറഞ്ഞാൽ. അപ്പോൾ ഇപ്പോഴത്തെ ഒരു തലമുറ എങ്ങോട്ടാണ് ഇതിൽ പോകുന്നത് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാവണില്ല. പുതിയ ട്രെൻഡിൻ്റെ ഭാഗമായിട്ടാണോ, അതല്ല ഈ പറഞ്ഞ അലയൻസ്, ഇങ്ങനത്തെ ഇപ്പോൾ ഇനിയുള്ള ജനറേഷൻ. ഇതിനു മുമ്പ് നമ്മളൊരു വാർത്ത ചെയ്തിട്ടുണ്ടായിരുന്നു, അന്യഗ്രഹ ജീവികളുമായുള്ള സമ്പർക്കം മൂലം മരിച്ചുപോയ, സൂയിസൈഡ് ചെയ്തിട്ടുള്ള 2-3 പേരുടെ കാര്യം നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങോട്ട് പോകുക, അന്യഗ്രഹ ലൈഫിലോട്ട് പോകുക എന്നൊക്കെ, അന്യഗ്രഹത്തിലോട്ട് പോകുന്ന ആൾക്കാർ, അന്യഗ്രഹ ജീവികളുമായുള്ള സമ്പർക്കവും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്ന വിഷയം. അപ്പം ഇതിനു മുമ്പ് കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് സംഭവം ഉണ്ടായത്. 3 പേര് ആത്മഹത്യ ചെയ്തു. അപ്പം ഇങ്ങനെ കുറേ സംഭവങ്ങളിൽ ആളുകൾ ഇൻഫ്ലുവൻസ്ഡ് ആണ്. ഇതൊക്കെ എങ്ങോട്ടുള്ള പോക്കാന്ന് മനസ്സിലാവുന്നില്ല. ടാറ്റു ചെയ്യുന്നതൊക്കെ ഓക്കെയാണ്, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ബോഡി ചെയ്യുന്നതാണ്. പക്ഷേ ഈ ടാറ്റു ചെയ്യുന്നത് തന്നെ നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിലും കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഞാൻ അതിനൊരിക്കലും സപ്പോർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ അതിന് എഗെയിൻസ്റ്റ് പറയുന്ന ആളല്ല. എന്നാൽ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ, ഞാൻ ടാറ്റു ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. പക്ഷെ അതിന് പുറമെ ഇതുപോലെ കണ്ണിൽ കളറ്, നാവ് പിളർത്തുക, പിന്നെ ബോഡിയിൽ ഞാൻ വേറെ ഒരു ഈ പറഞ്ഞ ഈ ഹരിഹരൻ്റെ ഒരു സ്റ്റോറി കണ്ടു. കയ്യിലൊക്കെ മോഡിഫിക്കേഷൻ ചെയ്യുക, അവർ കൈയൊക്കെ എന്തോ ചെയ്തിട്ട് കൈയിൻ്റെ ഇതൊക്കെ മാറ്റുന്ന കുറേ സംഭവങ്ങൾ. അപ്പോൾ അത് തൊലിയുടെ ഭാഗത്തൊക്കെ അത് കട്ട് ചെയ്തിട്ട്, ഇതൊക്കെ സർജറി മുഖേന ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ വളരെ കോംപ്ലിക്കേറ്റഡ് സംഭവങ്ങളാണ്. കോംപ്ലിക്കേറ്റഡ് എന്ന് പറഞ്ഞാൽ ഹൈലി കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പോൾ ആളുകൾ ഇതൊക്കെ കണ്ട് വിശ്വസിച്ച് വന്നിട്ട് ഇവരിങ്ങനെ ഇൻസ്റ്റയിലൊക്കെ ഇട്ട്, കാരണം ഇത്രയും ഫോളോവേഴ്സൊക്കെ ഉള്ള ആൾക്കാരില്ല. അപ്പോൾ ഇതൊക്കെ ആളുകൾ കണ്ട് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് വന്നിട്ട് ഇങ്ങനെ ചെയ്യുകയാണ്. അപ്പോൾ ഇവർക്ക് ഇതിൻ്റെ ഒരു കോൺസിക്വൻസോ കാര്യങ്ങളോ ഒന്നും അറിഞ്ഞുകൂടാ, എത്രത്തോളം സീരിയസ് ആണ് അല്ലെങ്കിൽ എത്രത്തോളം ഇത് നമ്മളെ ഫ്യൂച്ചറിൽ എഫക്റ്റ് ചെയ്യും, ഇമ്പാക്റ്റ് ചെയ്യും ഒന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ ഇതിന് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഫർദർ ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരും, ഒക്കെ വേണ്ടി വരും. ഇവിടെ ഇവൻ ഡോക്ടറൊന്നുമല്ല, ഇതൊരു പയ്യൻ, 10-20 വയസ്സായിട്ട് പയ്യൻ, ഇവൻ ചെയ്ത കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഹൈ റിസ്ക് എന്ന് പറയാം, ഹൈ റിസ്ക് ആളുള്ള സംഭവമാണ്. കണ്ണിൽ കളറൊക്കെ ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഭയങ്കര ഡേഞ്ചറസ് സംഭവങ്ങളാണ്. കണ്ണിന് ഇൻഫെക്ഷൻ വരാം, കണ്ണിന് എന്തെങ്കിലും ഇഷ്യൂസ് വരാം. ഇപ്പോൾ ഇല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ കണ്ണേ കാണൂല, അങ്ങനെ അവസ്ഥയിലോട്ടൊക്കെ പോവാം. അതുപോലെ നാവിൻ്റെ കേസായാലും ഭക്ഷണം കഴിക്കാത്തൊരവസ്ഥയിലോട്ട് പോവാം, സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് പോവാം, പല രീതിയിലുള്ള പ്രശ്നങ്ങളിലോട്ട് പോവാം, ആരോഗ്യ പ്രശ്നത്തിലോട്ട് പോവാം. അപ്പം നിങ്ങൾ ഇതുപോലെ സംഭവങ്ങളൊക്കെ ചെയ്യുമ്പോൾ ചിന്തിക്കേണ്ട കുറേ സംഭവങ്ങളുണ്ട്. ഓക്കെ, പല ആൾക്കാരും, അബ്രോഡുള്ള ആൾക്കാർ ഓരോ കോപ്രായം കാണിച്ച് മുഖത്തും ദേഹത്തും കാണിക്കുന്നത് കണ്ടിട്ട് നിങ്ങളെ ശരീരത്തിന് അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. അണ്ടർസ്റ്റാൻഡ്? അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്യൂസ്, ഹെൽത്ത് ഇഷ്യൂസ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇങ്ങനെ കുറേ സംഭവങ്ങൾ ദേഹത്തും അതുപോലെ തന്നെ ബോഡിയിലൊക്കെ നമ്മൾ വികൃതമാക്കുക, നമ്മളെ ബോഡി വികൃതമാക്കുക എന്ന് പറയാം, നമ്മുടെ ശരീരം വികൃതമാക്കുന്ന രീതിയിൽ, ആ രീതിയിലുള്ള കുറേ സംഭവങ്ങളാണ്. ഏലിയൻസ് ആയിട്ട് അറിയപ്പെടാൻ ആഗ്രഹിക്കുക, ഒരു തരം എന്താ പറയുക, ഒരു അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ. ഓക്കെ, അപ്പം പേഴ്സണലായിട്ട് ചെയ്യണമെങ്കിൽ ചെയ്തോട്ടെ, പക്ഷെ മറ്റുള്ള ആൾക്കാരെ എന്തിനാണ് ഇതിലോട്ട് ഇൻഫ്ലുവൻസ് ആക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. കുറേ ആൾക്കാർ ഇത് ഇൻഫ്ലുവൻസ് ആക്കി ചെയ്തു കൊടുക്കുക. സർജറിയൊക്കെ ഒരു ഡോക്ടർ ചെയ്യേണ്ട സർജറിയാണ്. ഒരു MBBS അല്ലെങ്കിൽ ഒരു സർജൻ, MBBS ഉള്ള ഡോക്ടർക്ക് പോലും ചെയ്യാൻ പറ്റില്ല കേട്ടോ. സർജറി എന്തായാലും സർജന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ചെയ്യേണ്ട ഒരു ജോലി പോലും ഈ പയ്യനാണ് ചെയ്യുന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കൊന്ന് പ്രതികരിക്കണം തോന്നി, പ്രതികരിച്ചതാണ്. ഓക്കെ, കാരണം ഇങ്ങനെ ആളുകൾ ഇതിലൊന്നും പോയി പെടരുത്. കുറേ ഇങ്ങനത്തെ കുറേ ടാറ്റു ഷോപ്പായാലും മറ്റുള്ള എന്തായാലും ഇതിലൊക്കെ പോയിട്ട് ആളുകൾ ഇതുപോലെ നിങ്ങളെ ബോഡിയിൽ മോഡിഫിക്കേഷൻ ചെയ്യുന്ന രീതിയിലൊന്നും നിങ്ങൾ പെടരുത്. ഓക്കെ, ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അന്വേഷിക്കണം, അതൊക്കെ എന്താണ്, സത്യമാണോ നുണയാണോ എന്നുള്ളതൊക്കെ. കാരണം ഹൈ റിസ്ക്കാണ്, അതൊക്കെ ഹൈ റിസ്ക് ഫാക്ടറാണ്. അപ്പോൾ ഗൈസ്, ഇനി കൂടുതലൊന്നും സംസാരിക്കില്ല വിഷയത്തെക്കുറിച്ച്. അപ്പോൾ ഇത്രയേ ഉള്ളൂ പറയാനുള്ളത്. നമ്മൾ കാലത്തിനനുസരിച്ച് മാറണം, ഓരോ സംഭവങ്ങൾ മാറണം, സത്യമാണ്. പക്ഷെ നമ്മൾ ഒരുപാട് നമുക്ക് ബോഡിക്ക് ബാഡായിട്ട് വരുന്ന സംഭവങ്ങളോട്ട് നമ്മൾ പോവാതിരിക്കുക, എനിക്കതേ പറയാനുള്ളൂ. ഓക്കെ, അപ്പം അത്രേ ഉള്ളൂ ഗൈസ്.